വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ 7-അംഗ കോർ കമ്മിറ്റി രൂപീകരിച്ച CBCI എംപിമാർ ഡൽഹിയിലെത്തി വിഷയം ഉന്നയിക്കണമെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ ആവശ്യപ്പെട്ടു. ആശങ്കപ്പെടേണ്ടെന്ന് BJP പറഞ്ഞാലും പരിണിത ഫലങ്ങൾ വരുമ്പോൾ ആരുമുണ്ടാവില്ലെന്ന് KCBC പറഞ്ഞു. കേന്ദ്രത്തിന്റേത് അപകടകരമായ സമീപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലെത്തി നിൽക്കെ പ്രചാരണ വിഷയങ്ങളെ ആകെ മാറ്റിമറിച്ച് കത്തുകയാണ് FCRA നിയമ ഭേദഗതി. മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ബില്ലിനെ എതിർക്കാനാണ് CBCI തീരുമാനം. ഞങ്ങൾ എല്ലാവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കാനായിട്ടാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അവർ ചെയ്യുന്നില്ല എന്ന് വരിൽ പൊതുജനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നില്ല, സമൂഹത്തിന് വേണ്ടി അവർ നിലകൊടുക്കുന്നില്ലെന്നൊരു പിന്നെ നമ്മൾ എന്തിനാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്? വ്യവസ്ഥകളിൽ ആശങ്കയുണ്ടെന്നും പരിണിത ഫലങ്ങൾ വരുമ്പോൾ ആരും കൂടെയുണ്ടാകില്ലെന്നും KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ 24-നോട്. നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് നീതിയുടെ ഒരു പിൻബലം വേണം. ഇത് വാസ്തവത്തിൽ ഈ നിയമം ഒരു സാമൂഹ്യ നീതിക്കും സാമാന്യ നീതിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ക്രൈസ്തവ സഭകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി വന്നിരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ക്രിസ്ത്യൻ ലോ ബോർഡ്, ആ ലോ ബോർഡ് ചിലപ്പോൾ വെൽഫെയർ ബോർഡ് എന്നൊക്കെ പറയും, അതിനകത്ത് ഈ കൂതാശ കൊടുക്കുന്നത് പോലും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ തോന്നും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇതിനുണ്ടാകും. അതേസമയം നിയമ ഭേദഗതി ക്രൈസ്തവ സമുദായത്തെ ബാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.